നമസ്കാരം. എൻ്റെ പേര് OS ഗോപി. കീഴ്മാട് പഞ്ചായത്തിലെ ഒരു മെമ്പറാണ്. അതായത് നമ്മുടെ കീഴ്മാട് പഞ്ചായത്ത് ഗ്രൗണ്ടിൽ ബ്രദേഴ്സ് കീഴ്മാട് എന്നുള്ളൊരു കൂട്ടായ്മ, ക്രിക്കറ്റ് കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടക്കുകയാണല്ലോ. അത് നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന, സ്പോർട്സ് പ്രേമികൾക്കെല്ലാം അറിയാവുന്ന ഒരു ടൂർണമെൻറ്റാണ് ബ്രദേഴ്സ് കീഴ്മാട്. അതായത് ഈ പഞ്ചായത്ത് ഗ്രൗണ്ട് കാട് പിടിച്ച് ഒരു ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന ഗ്രൗണ്ട് നമ്മുടെ ബ്രദേഴ്സ് കീഴ്മാടിൻ്റെ ഒരു കൂട്ടായ്മയോടുകൂടി ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടക്കുകയാണല്ലോ. അത് വിനീഷ് കോടിയേരി വന്ന് ഉദ്ഘാടനം ചെയ്തു. അതായത് കേരളത്തിലെ KCLൻ്റെ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെ അദ്ദേഹം വന്ന് ഉദ്ഘാടനം ചെയ്തു. ടൂർണമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കീഴ്മാട് പഞ്ചായത്ത് സെക്രട്ടറി അറിയാനായിട്ട് ഇന്നിപ്പോൾ നമ്മുടെ ഈ ടൂർണമെൻറ്റ് KCLൻ്റെ ഭാഗമായ ഗവൺമെൻറ്റിൻ്റെ പ്രതിയായിട്ടുള്ള കോടിയേരി വന്ന് ഉദ്ഘാടനം ചെയ്തു. കോടിയേരിയുടെ മോൻ വിനീഷ് കോടിയേരി വന്ന് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അത് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് നമുക്കത് ക്രിക്കറ്റ് സ്റ്റേഡിയമാക്കി മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. ഇന്നിപ്പോൾ ആർക്കും സ്റ്റേഡിയത്തിനെ കുറിച്ചൊരു ശ്രദ്ധയില്ല. അവിടെ മയക്കുമരുന്ന് ലോബികളുടെ ഒരു ഒളിസങ്കേതം കൂടിയായിരുന്നു. ഇപ്പോൾ പ്രദേശത്തുള്ള വീട്ടുകാർക്കൊക്കെ വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയാണ്. ഇപ്പോൾ അവിടെ മനുഷ്യ സഞ്ചാരമുണ്ട്. അതായത് ക്രിമിനലുകൾക്ക് അവിടെ ഒരു സ്ഥാനമില്ല. അത് ആയല്ലോ ഇപ്പം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബ്രദേഴ്സ് കീഴ്മാടിൻ്റെ കീഴിലുള്ള ടൂർണമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഈ കീഴ്മാട് ഗ്രൗണ്ട് ക്രിക്കറ്റ് സ്റ്റേഡിയമായിട്ട്, ക്രിക്കറ്റ് ഗ്രൗണ്ടായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി കീഴ്മാട് പഞ്ചായത്ത് സെക്രട്ടറിയുടെ അടുത്ത് ഞങ്ങൾ ഒരു അഭ്യർത്ഥന നടത്തുകയാണ്. ബ്രദേഴ്സ് കീഴ്മാടിൻ്റെ പേരിൽ അഭ്യർത്ഥന നടത്തുകയാണ്. അപ്പോൾ ഇത് എത്രയും വേണ്ടി. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, അത്രയും പേര് യുവാക്കൾ കൂടുന്ന സ്ഥലത്ത് ഒരു പൈപ്പ് ഇല്ല, വാട്ടർ കണക്ഷൻ ഇല്ല, ഒരു മലമൂത്ര വിസർജനം ചെയ്യാൻ ഒരു സൗകര്യങ്ങളില്ല. ഇത്രയും ദുരന്താത്മകമായിട്ടുള്ള അവസ്ഥയാണ് കീഴ്മാട് ഗ്രൗണ്ടിൻ്റെ അവസ്ഥ. ഇത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും വരാൻ പോകുന്ന ഗവൺമെൻറ് മുൻകാലാടിസ്ഥാനത്തിൽ ഇതിന് അടിയന്തര നിയമ നടപടി സ്വീകരിച്ച് ഏറ്റവും ചുരുങ്ങിയത് കുടിവെള്ളം എങ്കിലും എത്തിക്കാൻ വേണ്ട നടപടി പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത് ഭരണസമിതിയെ ഈ വീഡിയോ സമർപ്പിക്കുന്നു. ബ്രദേഴ്സ് കീഴ്മാടിൻ്റെ പേരിൽ സമർപ്പിക്കുന്നു. നമസ്കാരം.